ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. നിങ്ങൾ ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചില്ലേ, ലഹരി ഉപയോഗിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാരിൽ HIV കണ്ടുപിടിച്ചു എന്ന് നിങ്ങൾ ഇന്നത്തെ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ HIV എങ്ങനെയാണ് പടരുന്നത്, അതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഒരു ഫാമിലിയിൽ ഇപ്പോൾ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് കുട്ടികൾക്ക് എന്ത് ആപത്താണ് വരുന്നത് എന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരുന്നാൽ വളരെ നല്ല കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ HIV ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷനാണ്. 3 വഴികളിലൂടെയാണ് ഈ HIV എന്നുള്ള രോഗം പടരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷൽ കോണ്ടാക്റ്റ് വഴി തന്നെയാണ്. രണ്ടാമത്തതാണ് ഒരാൾ ഉപയോഗിച്ച സിറിഞ്ച് മറ്റൊരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് HIV ബാധിതനായ, ചിലപ്പോൾ അയാൾക്ക് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, അയാളുടെ ബ്ലഡിലുണ്ടാവും, ചിലപ്പോൾ അയാൾക്ക് പോലും അറിയുന്നുണ്ടാവില്ല അയാൾക്ക് HIV ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അയാൾക്ക് ഉപയോഗിച്ചൊരു സിറിഞ്ച് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്ത്, ആ സൂചിയുടെ അറ്റത്ത് ബ്ലഡിൻ്റെ അംശം ഉണ്ടാവും. അതേ സിറിഞ്ച് വെച്ച് ലഹരിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേറൊരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾക്കും HIV വൈറസ് പടരും. വളരെ ലിറ്റിൽ എമൗണ്ട് ഓഫ് ബ്ലഡ്, അതായത് ഒരു തുള്ളിയുടെ വളരെ കുറച്ച് അംശം ബ്ലഡ് തന്നെ മതി ഒരാളിൽ നിന്ന് മറ്റാളിലേക്ക് പടരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സിറിഞ്ച് റീയൂസ് ചെയ്യരുത്, വീണ്ടും ഉപയോഗിക്കരുത്. ഒരാൾ ഉപയോഗിച്ച സിറിഞ്ച് മറ്റൊരാൾ യാതൊരുവിധ കാരണവശാലും ഉപയോഗിക്കരുത്. അത് HIV പടരാൻ വളരെയധികം കാരണമാകും. അതാണിപ്പോൾ നമ്മൾ ഈ കേട്ട ന്യൂസിൽ സംഭവിച്ചിരിക്കുന്നത്. അവർ സിറിഞ്ച് ഉപയോഗിച്ചാണ് ലഹരി ഉപയോഗിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മദർ ടു ബേബി ട്രാൻസ്മിഷൻ എന്ന് പറയും. അതായത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പൊക്കിൾക്കൊടിയിലൂടെ പടരുന്നത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ റിലേഷൻ. അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ ഒരാണിനുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ വൈഫിന് പടരുക ചെയ്യും, അവർ തമ്മിലുള്ള കോണ്ടാക്റ്റ് വെച്ചിട്ട്. അങ്ങനെ ആ വൈഫ് പ്രഗ്നൻ്റ് ആവുകയാണ്, കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിക്ക് തീർച്ചയായിട്ടും HIV വരാനുള്ള സാധ്യത കുറേ മടങ്ങ് കൂടുതലാണ്. അതായത് പ്ലാസൻ്റയിലൂടെ, പൊക്കിൾക്കൊടിയിലൂടെ കിട്ടും. ഡെലിവറിയുടെ സമയത്തും പലതരത്തിലത് കുട്ടി പുറത്തു വരുന്ന സമയത്തും, ഇപ്പോൾ ഗർഭിണിയാവുമ്പോൾ കുഞ്ഞിന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും പ്രസവ സമയത്ത് അത് കുഞ്ഞിന് കിട്ടാം. പ്രസവിച്ചു കഴിഞ്ഞ ശേഷം മുലയൂട്ടുന്നതിലൂടെയും കുഞ്ഞിന് HIV ബാധ്യതയുണ്ടാവാം. കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന HIV രോഗം വളരെ സീരിയസ് രീതിയിലാണ് പലപ്പോഴും കാണാറുള്ളത്. മാറാത്ത രീതിയിലുള്ള ന്യൂമോണിയ, കുട്ടികൾക്ക് വളരെയധികം പോഷകാഹാരക്കുറവ്, ശോഷിച്ചങ്ങ് പോവും. ചില സമയത്ത് ബ്രെയിനിനെ ബാധിക്കുന്ന രീതിയിലും കാണാം. ക്രോണിക്കായിട്ട്, അതായത് മാറാത്ത രീതിയിലുള്ള വയറ്റിളക്കം, അങ്ങനെയൊക്കെ ഈ HIV വൈറസ് കൊണ്ട് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കാണാറുണ്ട്. ഈ പറയുന്ന പോലെ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി, അതായത് HIV എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസാണ്. അതായത് ഇമ്മ്യൂണിറ്റിയെ, പ്രതിരോധ ശേഷിയെ വളരെയധികം താഴ്ത്തി കൊണ്ടുപോകുന്ന ഒരു വൈറസാണ് ഈ HIV വൈറസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പല ഡ്രഗ്സ് ഉണ്ട് എന്നുണ്ടെങ്കിലും അത് കുറേ കാലങ്ങളായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കേണ്ടതായിട്ട് തന്നെ വരും. പിന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഓരോരുത്തരും ഓരോ മരുന്നിനോട് ഓരോ രീതിയിലായിരിക്കും പ്രതികരിക്കുക. അപ്പോൾ ഈ ഒക്കെ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കരായ മക്കൾ ഇതിൽ പെടുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മുതിർന്നവരുടെ ഒരു തെറ്റ് കാരണം കുഞ്ഞുങ്ങൾ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം സങ്കടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം മുന്നോട്ടുള്ള ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ സിറിഞ്ച് റീയൂസ് ചെയ്യരുത്. അതിലൂടെ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡിലൂടെയും ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലഹരി പോലെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പുതിയ യങ് ജനറേഷനോട് പറയാനുള്ളതും. ഉപയോഗിച്ച് തുടങ്ങിയവരാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക. ഒരാൾ മാത്രമല്ല അതിൽ അനുഭവിക്കുന്നത്, ചുറ്റുമുള്ള ആ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും അതിന് ബലിയാടുകളാവുകയാണ് ചെയ്യുന്നത്. അല്ല, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കുട്ടികളാണ്. കുട്ടികളുടെ HIV രോഗം നമ്മൾ കുറേ കണ്ടിട്ടുള്ള രീതിയിൽ ഒരിക്കലും ഒരു കുട്ടിക്കും അത് വരാതിരിക്കട്ടെ. അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് തന്നെ പ്രതിജ്ഞ എടുക്കണം, നോ ടു ഓൾ ടൈപ്പ് ഓഫ് ഡ്രഗ്സ്. എല്ലാ ഡ്രഗ്സിനോടും എല്ലാ ലഹരികളോടും നമ്മൾ ഒരു വലിയൊരു നോ തന്നെ പറയണം. അങ്ങനെ നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് മുക്തി നേടാനുള്ള കാര്യങ്ങൾ നിങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അവരതിൽ നിന്ന് തീർച്ചയായിട്ടും പിന്തിരിപ്പിക്കണം. ഒരിക്കലും ലഹരിയുടെ ഒരു കണ്ണിയിൽ ഒരാളായിട്ട് നമ്മളും ഒരിക്കലും ആ കണ്ണി ആവുകയും ചെയ്യരുത്. അങ്ങനെയുള്ള ആൾക്കാരെ പോകുന്നവരുണ്ടെങ്കിൽ അവരതിൽ നിന്ന് പിന്തിരിപ്പിച്ചൊരു നല്ല രീതിയിൽ, ദൈവം തന്ന ഈ ജീവിതം നല്ല രീതിയിൽ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.